ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമ്മൾ പഠിച്ച എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള സ്റ്റോറിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് പുറമെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ തന്നെ ആ സ്റ്റോറി ഫുൾ പഠിച്ച പോലെ കിട്ടും നിങ്ങൾക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലയോ? എന്തുകൊണ്ടാണ് ആ ഓൾഡ് മാൻ്റെ കാഴ്ച കണ്ടപ്പോൾ പെലയോ പേടിച്ചു പോയത്? Pelayo is frightened because he sees a very old man with enormous wings. വലിയ ചിറകോട് കൂടിയുള്ള ഒരു വയസ്സായ മനുഷ്യനെ കണ്ടപ്പോഴാണ് പെലയോ പേടിച്ചു പോയത്. His strange and unusual appearance makes him scared and confused. അൺയൂഷ്വൽ ആയിട്ടുള്ള, അല്ലേ, യൂഷ്വലി എല്ലാവർക്കും കണ്ടുവരുന്ന പോലത്തെ അല്ലാത്തൊരു അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന, രൂപമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് പെലയോ പേടിച്ചു പോയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടായിരുന്നു ആ വയസ്സായ മനുഷ്യനെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റാഞ്ഞത്? The old man could not get up because his large heavy wings were stuck in the mud. അദ്ദേഹത്തിൻ്റെ വലിയ വെയിറ്റ് കൂടി ആ ചിറകുകൾ ചളിയിൽ പതിഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. The couple considered the old man a lonely castaway. Why? പെലയെയും എലിസൻ്റെയും ഈ ഓൾഡ് മാനെ ഒരു ലോൺലി കാസ്റ്റവേ, കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത്? The couple considered the old man a lonely castaway because he spoke in an incomprehensible dialect with a strong sailor's voice. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു ശക്തനായിട്ടുള്ള സെയിലർ പറയുന്ന അതേ ഭാഷയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഇൻകോംപ്രിഹെൻസിബിൾ, ഒന്നും മനസ്സിലാവാത്ത ഭാഷയായിരുന്നു. They thought he was a sailor from a shipwreck who had been washed ashore by the storm. കാറ്റിലകപ്പെട്ട് തകർന്നു പോയ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് അവർ കരുതിയത്. Why was the neighbor woman sure that the old man was an angel? എന്തുകൊണ്ടാണ് നെയ്ബർ വുമൺ ഉറപ്പായിട്ടും പറഞ്ഞത് ആ ഓൾഡ് മാൻ ഒരു ഏഞ്ചലാണെന്ന്? The neighbor woman believed he was an angel because he had huge wings and thought he had come for the sick child. എന്താണ്, വലിയ ചിറകുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഏഞ്ചലാണ്, ആ കുട്ടിയെ, സുഖമില്ലാത്ത കുട്ടിയേക്ക് വേണ്ടി വന്നതാണ് ആ ഏഞ്ചൽ എന്ന് ആ നെയ്ബർ വുമൺ വിശ്വസിച്ചു. വൈ ഡിഡ് പെലയോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? എന്തുകൊണ്ടാണ് പെലയോ ആ ആയുധമൊക്കെ ധരിച്ച് റെഡിയായി നിന്നത്? പെലയോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ് ബിക്കോസ് ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് വാണ്ടഡ് ടു പ്രൊട്ടക്റ്റ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. എന്താണ്, ഈ വയസ്സായ മനുഷ്യൻ എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും പെലയോയ്ക്ക് അറിയില്ല. സോ അയാൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന് അയാളിൽ നിന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ആയുധമൊക്കെ ധരിച്ച് റെഡിയായി നിന്നത്, പെലയോ. What made the couple suddenly decide to treat the man with some kindness? എന്താണ് പെലയോയ്ക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് എലിസൻ്റെക്കും പെട്ടെന്ന് ഇയാളെ, ഈ ഓൾഡ് മാനോട് കുറച്ച് ദയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചത്? The couple decided to treat him kindly because their child recovered from fever, which made them feel grateful and generous. എന്താണ്, അവരുടെ കുട്ടി സുഖമില്ലാണ്ട് കിടക്കലായിരുന്നു. ഇദ്ദേഹം വന്നപ്പോൾ പെട്ടെന്ന് ആ പനിയൊക്കെ മാറിയ കുട്ടി എഴുന്നേറ്റു. അതുകൊണ്ടാണ് അയാളോട്, ഈ ഓൾഡ് മാനോട് കുറച്ച് നന്ദിയും ഉദാര മനസ്കതയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പെലയോ അദ്ദേഹത്തിൻ്റെ വൈഫും തീരുമാനിച്ചത്. വൈ ഡസ് പെലയോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തുകൊണ്ടാണ് ഈ കോഴിക്കൂട്ടിൽ പെലയോ ഈ ഓൾഡ് മാനെ അടച്ചിട്ടത് എന്നാണ് ചോദ്യം. പെലയോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ടു കീപ് ഹിം അണ്ടർ കൺട്രോൾ ആസ് ഹി വാസ് സ്റ്റിൽ അൺഷുവർ ആൻഡ് കോഷ്യസ് അബൌട്ട് ഹിം. ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ പേടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അതിൻ്റെ ഉള്ളിട്ട് പൂട്ടി വെച്ചത്. വൈ ഡിഡ് ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ? എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ, കാണാൻ വന്ന ജനങ്ങളൊക്കെ ഈ ഓൾഡ് മാനെ ഒരു സർക്കസ് ആനിമലിനെ പോലെ ട്രീറ്റ് ചെയ്തത്? ദ പീപ്പിൾ ട്രീറ്റഡ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ ബിക്കോസ് ദേ വർ ക്യൂരിയസ് ആൻഡ് അമ്യൂസ്ഡ് ആൻഡ് ദേ ഡിഡ് നോട്ട് റെസ്പെക്ട് ഹിം ആസ് എ സൂപ്പർ നാച്ചുറൽ ബീയിങ്. അവർ ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയാമല്ലേ, ക്യൂരിയസ് ആയിരുന്നു. ഞാൻ ചിറകൊക്കെ ഉള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ ക്യൂരിയസ് ആയി, വളരെ ആകാംക്ഷയുള്ളവരായി. മാത്രമല്ല ഇയാളെ ഒരു സൂപ്പർ നാച്ചുറൽ കഴിവുള്ള ഒരു ഏഞ്ചലായിട്ടൊന്നും അവർ കണ്ടിട്ടില്ല. അവരതിനൊരു സർക്കസ് ആനിമലായിട്ട് കണ്ടിട്ടാണ് അവരുടെ മേലെ ഫ്രൂട്ട്സും കാര്യങ്ങളും കല്ലൊക്കെ എടുത്ത് തരുന്നത്. അതുകൊണ്ടാണ്. ഡു യു തിങ്ക് എലിസൻഡ ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലെവർ? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എലിസൻഡ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള സ്ത്രീയും അതുപോലെ വളരെ ക്ലെവർ, ബുദ്ധിമതിയായിട്ടുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? Yes, Elisenda is shrewd and clever because she quickly understood that people were curious about the angel and decided to charge money for admission. This helped the family earn a lot of money in a short time. എന്താണ്,
ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി നാട്ടുകാർക്കൊക്കെ വളരെ ആകാംക്ഷയുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ എലിസൻ്റെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവരുടെ നിന്ന് പൈസ ചാർജ് ചെയ്യാനും ഇയാളെ കാണാൻ വേണ്ടി അഡ്മിഷന് വേണ്ടി പൈസ ചാർജ് ചെയ്യാനുള്ള ബുദ്ധി പെട്ടെന്ന് എലിസൻ്റെക്കാണ് വന്നത്. അങ്ങനെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ അവർ വലിയ പൈസക്കാരായി മാറാനും ഈ ഒരു ഐഡിയ അവരെ സഹായിച്ചു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. വൈ ഡസ് ദ ഓഥർ സേ സോ? ഇയാളുടെ ഈ ഏഞ്ചലിൻ്റെ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ് എന്ന് പറയുന്നത്, അമാനുഷിക കഴിവ് എന്ന് പറയുന്നത് എന്താണ്? ക്ഷമ, പേഷ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ഓഥർ ഇങ്ങനെ പറയുന്നത്? എഴുത്തുകാരൻ ഇങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? The author says this because the angel remained calm and patient despite all the suffering. എന്താണ്? ഒരുപാട് സഫറിങ് ഉണ്ടായി അല്ലേ? ആൾക്കാർ അതിൻ്റെ ഫെദർ പിടിച്ച് വലിച്ചു, കല്ലെടുത്തെറിഞ്ഞു, ഫ്രൂട്ട്സും അതൊക്കെ അതിനെടുത്തെറിഞ്ഞു, പിന്നെ എന്താണ് ഫെദർ പറിച്ചെടുക്കുക വരെ ചെയ്തു. എന്നിട്ടൊന്നും അദ്ദേഹം ഒന്നും ചെയ്യാണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക മാത്രം ചെയ്തു. ഹി ടോളറേറ്റഡ് ദ ഹെൻസ് പെക്കിംഗ് ഹിം, പീപ്പിൾ പുള്ളിങ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ആൻഡ് ഈവൻ വിസിറ്റേഴ്സ് ത്രോയിങ് സ്റ്റോൺസ് അറ്റ് ഹിം വിത്തൗട്ട് ഗെറ്റിംഗ് ആംഗ്രി. എന്താണ് ഇതൊക്കെ അദ്ദേഹം ക്ഷമിച്ചു. എന്തൊക്കെയാണ്? കോഴി അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിറകിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ പ്രാണികൾ തിന്നാൻ വേണ്ടി കോഴികൾ പോയി കൊത്തിക്കൊണ്ടേയിരുന്നു. അത് അദ്ദേഹം സഹിച്ചു. ആ വേദന മുഴുവൻ സഹിച്ചു. ആൾക്കാർ കല്ലെടുത്തെറിഞ്ഞു, അത് സഹിച്ചു. അദ്ദേഹത്തിൻ്റെ ചിറക് പിടിച്ച് വലിച്ചതൊക്കെ അദ്ദേഹം സഹിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദ ഓൾഡ് മാൻ? എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ആ സ്പൈഡർ വുമണെ കാണാൻ വേണ്ടി പോയത് ഈ ഓൾഡ് മാനേക്കാളും കൂടുതലായിട്ട് എന്നാണ് ചോദ്യം. മോർ പീപ്പിൾ വെൻ ടു സീ ദ സ്പൈഡർ വുമൺ ബിക്കോസ് ഹർ സ്റ്റോറി വാസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഏഞ്ചലിൻ്റെ കഥയേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവരുടെ ഈ സ്പൈഡർ വുമൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നത്. ഓൾസോ ദ ടിക്കറ്റ് വാസ് ചീപ്പർ. അവിടെ പൈസ കുറച്ചുകൂടെ കുറവായിരുന്നു. ഈ ഓൾഡ് മാൻ ഏഞ്ചലിനെ കാണാൻ ഉണ്ടായിരുന്ന പൈസയേക്കാളും കുറച്ച് കുറവായിരുന്നു ഈ സ്പൈഡർ വുമണിനെ കാണാനുള്ള പൈസ. ആൻഡ് പീപ്പിൾ വർ അലൗഡ് ടു ആസ്ക് ഹർ ക്വസ്റ്റ്യൻസ്. ഈ സ്പൈഡർ വുമനോട് പോകുന്ന ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിനൊക്കെ സ്പൈഡർ വുമൺ മറുപടിയും പറഞ്ഞു. നമ്മുടെ ഏഞ്ചൽ ഇതൊന്നും പറയുന്നില്ല, മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്തത് അല്ലേ? സോ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ സ്പൈഡർ വുമണെ കാണാൻ വേണ്ടി പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് ദ വിങ്സ്? ഈ ഓൾഡ് മാൻ്റെ വിങ്സ്, ചിറകുകൾ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഡോക്ടർ വളരെ സർപ്രൈസ്ഡ് ആയത്, അത്ഭുതപ്പെട്ടു പോയത്? ദ ഡോക്ടർ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് ദ വിങ്സ് ലുക്ക്ഡ് natural and suitable to the human body, making him feel that it was strange and other people did not also have wings. എന്താണ് ഇത് വളരെ നേച്ചുറലായിട്ട് തോന്നി. അവിടെ ഫിക്സ് ചെയ്ത് വെച്ച പോലൊന്നും തോന്നില്ല. അയാൾ ദേഹം വേണമെങ്കിൽ പിടിച്ച് വലിച്ചു നോക്കിയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ മനസ്സിലായി ഇത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചതെന്നല്ല, നേച്ചുറലി ഒരാളുടെ ബോഡിയിൽ മുളച്ചു വന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അത് കൂടുതൽ അദ്ദേഹത്തിന് സർപ്രൈസ്ഡും ക്യൂരിയസൊക്കെ ആയി മാറാൻ വേണ്ടി കാരണം ഡോക്ടർ. മാത്രമല്ല ഇത് മറ്റുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ കൂടുതൽ സർപ്രൈസ്ഡ് ആക്കി. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? ആശ്വാസത്തോടു കൂടി ഒരു ദീർഘനിശ്വാസം ഇട്ടു എലിസൻഡ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എലിസൻഡ സൈസ് ഇൻ റിലീഫ് ബിക്കോസ് ദ ഏഞ്ചൽ ഫൈനലി ഫ്ലൈസ് എവേ, ഫ്രീയിങ് ബോത്ത് ഹിം ഫ്രം സഫറിങ് ആൻഡ് ഹർ ഫ്രം ദ ട്രബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിം. അതെന്ന് പറഞ്ഞാൽ രണ്ടാളെ അല്ലേ, അദ്ദേഹത്തിൻ്റെ സഫറിങ്സ്, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഒഴിവായി കിട്ടും. കോഴിക്കൂട്ടിലിട്ട് പൂട്ടി, പിന്നെ ആൾക്കാർ കല്ലെറിഞ്ഞോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, അതൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഈ ഏഞ്ചലിനെ നോക്കുക എന്നുള്ള ഡ്യൂട്ടി ആർക്കായിരുന്നു? എലിസൻ്റെയൊക്കെ ആയിരുന്നു. ആ ഒരു പ്രശ്നം കൂടി മാറിക്കിട്ടും. സോ രണ്ടാളും അവിടെ ഫ്രീ ആയി. അതുകൊണ്ടാണ് ആശ്വാസത്തോടു കൂടി എലിസൻ്റെ ദീർഘനിശ്വാസം വിട്ടത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാഠം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കി. വേർ ഡിഡ് പെലേയോ ഫൈൻഡ് ദ ഓൾഡ് മാൻ? എവിടെയാണ് പെലേയോ ആ വയസ്സായ മനുഷ്യനെ കണ്ടത്? പെലേയോ ഫൗണ്ട് ദ ഓൾഡ് മാൻ ഇൻ ദ റിയർ ഓഫ് ഹിസ് കോർട്ട്യാർഡ് ലൈയിങ് ഇൻ ദ മഡ്. വീടിൻ്റെ പുറകുവശത്ത മുറ്റത്ത് ചളിയിൽ പൂഴ്ന്നു കിടക്കുന്ന പോലെയാണ് ഓൾഡ് മാനെ പെലേയോ കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് സ്ട്രേഞ്ച് അബൌട്ട് ദ ഓൾഡ് മാൻ? ആ ഓൾഡ് മാനിൽ എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം കണ്ടു, വിചിത്രമായിട്ടുള്ള കാര്യം പെലേയോ കണ്ടു. എന്താണത്? ദ ഓൾഡ് മാൻ ഹാഡ് എനോമസ് വിങ്സ് വിച്ച് മെയ്ഡ് ഹിം ലുക്ക് വെരി അൺയൂഷ്വൽ ആൻഡ് മിസ്റ്റീരിയസ്. അദ്ദേഹത്തിന് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്, മിസ്റ്റീരിയസും അൺയൂഷ്വലൊക്കെ ആക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ ഓൾഡ് മാൻ വെൻ പെലേയോ സോ ഹിം? പെലേയോ കണ്ടപ്പോൾ ആ ഓൾഡ് മാൻ്റെ കണ്ടീഷൻ, അവസ്ഥ എന്തായിരുന്നു? ദ ഓൾഡ് മാൻ വാസ് വീക്ക്, വളരെ ക്ഷീണിതനായിരുന്നു. ഡേർട്ടി, മുഴുവൻ അഴുക്കായിരുന്നു. ആൻഡ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്, ചളിയിൽ ഇങ്ങനെ മുഖം പൂണ്ട് കിടക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അൺഎബിൾ ടു മൂവ്, ഒട്ടും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പെലേയോ ഗോ ക്ലോസർ ടു ദ ഫിഗർ? എന്താണ് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയത്? ഹി വെൻ ക്ലോസർ ബിക്കോസ് ഹി വാസ് ക്യൂരിയസ് ടു സീ വാട്ട് വാസ് മേക്കിംഗ്
ദ സൗണ്ട്. എന്തോ സൗണ്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു രൂപം കിടക്കുന്ന കാണുന്നുണ്ട്, എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. എന്താണ് ഗ്രോണിങ് സൗണ്ട് ഉണ്ടായിരുന്നു. അതെന്താണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്തേക്ക്, ആ ഒരു ഫിഗറിൻ്റെ അടുത്തേക്ക് പെലയോ പോയി നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിഡ് പെലയോ കോൾ ആഫ്റ്റർ സീയിങ് ദ ഓൾഡ് മാൻ? ആ വയസ്സായ മനുഷ്യനെ കണ്ടതിന് ശേഷം പെലയോ ആരെയാണ് വിളിച്ചത്? പെലയോ കോൾഡ് ഹിസ് വൈഫ് എലിസൻഡ ആഫ്റ്റർ സീയിങ് ദ ഓൾഡ് മാൻ. അദ്ദേഹം ഭാര്യയായ എലിസൻഡയെയാണ് വിളിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് വി ഡു വെൻ വി സീ സമ്മൺ ഹെൽപ്ലെസ്? നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യനെ കണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് നമ്മൾ? വി ഷുഡ് ഹെൽപ്പ് ദം വിത്ത് കൈൻഡ്നെസ് ആൻഡ് കെയർ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് അഫ്രൈഡ് ഓർ ഇഗ്നോറിങ് ദം. അവരെ അവഗണിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ പേടിച്ച് മാറ്റി നിർത്തുന്നതിനും പകരം നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. വൈ ഡിഡ് ദ കോർട്ട്യാർഡ് ലുക്ക് ലൈക്ക് എ മാർക്കറ്റ് പ്ലേസ്? എന്തുകൊണ്ടാണ് അവരുടെ മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ്, ചന്ത പോലെ തോന്നിയത്, മാർക്കറ്റ് പ്ലേസ് പോലെ തോന്നിയത്? Because many people gathered there to see the angel. The crowd became so large and noisy that it looked like a busy marketplace. ഒരുപാട് ആളുകൾ അവിടെ കൂടി അല്ലേ? മെനി പീപ്പിൾ ഗ്യാതേർഡ് ദർ. ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കൂടി, അവരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കൂടിയിട്ട് അതൊരു മാർക്കറ്റ് പ്ലേസ് പോലെ തോന്നി. വൈ ഡിഡ് പെലയോ ആൻഡ് എലിസൻഡ ഡിസൈഡ് ടു ഫെൻസ് ദ യാർഡ്? മുറ്റത്ത് വേലി കെട്ടാൻ വേണ്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പെലയോയും എലിസൻഡയും. They fenced the yard so they could control the crowd and charge people money to see the angel. അവർക്ക് അവരുടെ ആ വന്ന തിരക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ മാത്രമല്ല അവരുടെ നിന്നൊക്കെ ഒരു പൈസ ചാർജ് ചെയ്യാനും വേണ്ടി പറ്റും ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കപ്പിൾ ബിക്കം റിച്ച്? എങ്ങനെയാണ് പെലയോയും എലിസൻഡയും അല്ലേ, അവരാണ് കപ്പിൾ ഇവിടെ, അവരെങ്ങനെയാണ് റിച്ച്, പണക്കാരായി മാറിയത്? ദ കപ്പിൾ ചാർജ്ഡ് 5 cents ആസ് എൻട്രി ഫീ ടു സീ ദ ഏഞ്ചൽ. ആ ദമ്പതികൾ എന്ത് ചെയ്തു? ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട്, ഈ ദൂതനെ, ഈ ഏഞ്ചൽ, ആ ഓൾഡ് മാനെ കാണാൻ വേണ്ടിയിട്ട് 5 cents വീതം ആൾക്കാരിൽ നിന്ന് ചാർജ് ചെയ്തു. മെനി പീപ്പിൾ കെയിം ഫ്രം ഫാർ അവേ പ്ലേസസ്. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇയാളെ കാണാൻ വേണ്ടി വന്നു. ആൻഡ് സൂൺ ദേ ഏൺഡ് എ ലോട്ട് ഓഫ് മണി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഒരുപാട് പൈസ സമ്പാദിച്ചു. വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ കെയിം ടു സീ ദ ഏഞ്ചൽ? എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നത്? പീപ്പിൾ ഫ്രം ഓൾ പ്ലേസസ് കെയിം, ഇൻക്ലൂഡിങ് ക്യൂരിയസ് വിസിറ്റേഴ്സ്, സിക്ക് പീപ്പിൾ, ഇൻവാലിഡ്സ് ആൻഡ് പിൽഗ്രിംസ് ഹു ഹോപ്ഡ് ഫോർ മിറക്കിൾസ് ആൻഡ് ഹീലിംഗ്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്നു. സുഖമില്ലാത്തവരും പിന്നെന്താണ് എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ദേശാടനത്തിൽ പോകുന്ന ആൾക്കാരും ഒക്കെ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നു. വാട്ട് ഫുഡ് ഡിഡ് ദ ഏഞ്ചൽ പ്രിഫർ? എങ്ങനെയുള്ള ഭക്ഷണമാണ് ഏഞ്ചൽ പ്രിഫർ ചെയ്തത്? ദ ഏഞ്ചൽ റെഫ്യൂസ്ഡ് മോത്ത് ബോൾസ് ആൻഡ് എയ്റ്റ് ഓൺലി എഗ് പ്ലാൻ മഷ്. എന്താ പറയുന്നത്? മോത്ത് ബോൾസ് കൊടുത്തു അല്ലെ, പാറ്റ ഗുളികയൊക്കെ കൊടുത്തു, അതൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ ബ്രിഞ്ചാൾ, വഴുതനങ്ങ മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. ഹൗ ഡിഡ് ദ പീപ്പിൾ ട്രീറ്റ് ദ ഏഞ്ചൽ ബാഡ്ലി? എങ്ങനെയാണ് ഈ കാണാൻ വന്ന ആൾക്കാർ ഏഞ്ചലിനെ മോശമായി ട്രീറ്റ് ചെയ്തത്? ദ ട്രീറ്റഡ് ഹിം ക്രൂവലി ബൈ പുള്ളിങ് ഔട്ട് ഹിസ് ഫെതേഴ്സ്, ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് ഡിസ്റ്റേബിങ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ഡിസ്റ്റേബ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഫെതേഴ്സൊക്കെ പിടിച്ചു വലിച്ചു, കല്ലുകൾ എടുത്തെറിഞ്ഞു. അങ്ങനെ ചിക്കൻ കൂപ്പിൽ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹത്തിനെ ഏഞ്ചലിനെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്തത്, ബാഡ്ലി ട്രീറ്റ് ചെയ്തത്. ഹൂ വാസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ട്രാവലിംഗ് ഷോ? ഈ ട്രാവലിംഗ് ഷോയിലെ മെയിൻ അട്രാക്ഷൻ ആരായിരുന്നു? ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഒരു ഇടിമിന്നൽ കൊണ്ട് ഒരു സ്പൈഡറായി മാറിയ ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവിടുത്തെ ഈ ട്രാവലിംഗ് ഷോയിലെ മെയിൻ അട്രാക്ഷൻ. ഹൗ വാസ് ദ സ്പൈഡർ വുമൺ ഡിഫറെൻറ്റ് ഫ്രം ദ ഏഞ്ചൽ? എങ്ങനെയാണ് ഈ സ്പൈഡർ വുമൺ ഏഞ്ചലിൽ നിന്ന് വ്യത്യസ്തയായത്? The spider woman could talk and explain her story, while the angel stayed silent and mysterious. ഈ സ്പൈഡർ വുമണ് അവളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഏഞ്ചൽ ഒന്നും മിണ്ടാണ്ട് സൈലൻ്റായിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്തത് അല്ലേ? വൈ വാസ് ദ സ്പൈഡർ വുമൺ മോർ പോപ്പുലർ ദാൻ ദി ഏഞ്ചൽ? എന്തുകൊണ്ടാണ് ഈ സ്പൈഡർ വുമൺ ഏഞ്ചലിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആയത്? ഷി വാസ് മോർ പോപ്പുലർ ബിക്കോസ് ഹെർ സ്റ്റോറി വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഥയായിരുന്നു അവളുടേത്. പീപ്പിൾ കുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അവളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റി. ആൻഡ് ദ ടിക്കറ്റ് കോസ്റ്റ് വാസ് ലെസ്. ടിക്കറ്റ് കോസ്റ്റ് നിരക്ക് എന്തായിരുന്നു? ഏഞ്ചലിനെ കാണുന്നതിനേക്കാൾ വളരെ കുറവായിരുന്നു. ഹൗ ഡിഡ് പെലയോ ആൻഡ് എലിസൻഡ യൂസ് ദ മണി ഏൺ ഫ്രം ദി ഏഞ്ചൽ? ഈ ഏഞ്ചലിനെ കൊണ്ടുണ്ടാക്കിയ പൈസ എലിസൻഡയും പെലയും എങ്ങനെയാണ് യൂസ് ചെയ്തത്? They built a 2-story mansion with balconies and gardens. Peleo also started a rabbit farm, and Elisenda bought beautiful silk dresses and satin shoes. എന്താണ് ഒരു വലിയ വീടൊക്കെ കെട്ടി, 2 നില വീട് കെട്ടി ബാൽക്കണിയും ഗാർഡനും ഒക്കെ ഉള്ളത്. പെലയോ ഒരു റാബിറ്റ് ഫാം തുടങ്ങി. എലിസൻഡ അതുപോലെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിൽ ഉള്ള ഡ്രസ്സുകളും നല്ല
സാറ്റിൻ്റെ ഷൂസൊക്കെ വാങ്ങി. വൈ ഡിഡ് ദേ പുട്ട് അയൺ ബാസ് ഓൺ ദ വിൻഡോസ്? എന്തുകൊണ്ടാണ് ജനലിലൊക്കെ അയൺ ബാസ് ഫിറ്റ് ചെയ്തത്? ദേ പുട്ട് അയൺ ബാസ് ഓൺ ദ വിൻഡോസ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് വാണ്ട് ഏഞ്ചൽ ടു എൻ്റർ ദ ഹൗസ്. അവർ ചെയ്തതിനാണ് ഏഞ്ചലൊന്നും ദൂതനൊന്നും ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവർ അയൺ ബാറൊക്കെ ഫിക്സ് ചെയ്തത് വാതിലിന്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ചിക്കൻ കൂപ്പ് ഓവർ ടൈം? കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ കൂപ്പിന് എന്ത് സംഭവിച്ചു? ദ ചിക്കൻ കൂപ്പ് വാസ് നെഗ്ലക്റ്റഡ്. അതിനെ എല്ലാവരും ഒഴിവാക്കി. ബിക്കേം ഡേർട്ടി ആൻഡ് ലേറ്റർ കൊളാപ്സ്ഡ് ബിക്കോസ് ഓഫ് ദ സൺ ആൻഡ് റെയിൻ. മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ആരും ശ്രദ്ധിക്കാണ്ടായിട്ട് അതങ്ങനെ ഇടിഞ്ഞ് താഴെ വീണു. വൈ ഡിഡ് ദ ഡോക്ടർ എക്സാമിൻ ദ ഏഞ്ചൽ? എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ ഏഞ്ചലിനെ എക്സാമിൻ ചെയ്ത് പരിശോധിച്ചത്? ദ ഡോക്ടർ വാസ് ക്യൂരിയസ് ആൻഡ് വാണ്ടഡ് ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട് ആൻഡ് ബോഡി സൗണ്ട്സ്. അയാൾക്ക് ഡോക്ടർക്ക് ഭയങ്കര ആകാംക്ഷയാണ് ഇയാളുടെ ഹാർട്ട് ബീറ്റൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട്, ആ ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് ആ ഡോക്ടർ ഈ ഏഞ്ചലിനെ പരിശോധിച്ചത്. ഹൗ ഡിഡ് ദി ഏഞ്ചൽ ഫൈനലി ട്രൈ ടു ഫ്ലൈ? എങ്ങനെയാണ് ഈ ഏഞ്ചൽ അവസാനം പറന്നത്? അറ്റ് ഫസ്റ്റ് ഹിസ് ഫ്ലൈറ്റ് വാസ് ക്ലംസി ബട്ട് സ്ലോലി ഹി മാനേജ് ടു ഗെയിൻ ഹൈറ്റ് ആൻഡ് ഫ്ലൂ ഓവർ ദി ഹൗസസ് ടുവേർഡ്സ് ദി സീ. ആദ്യം എന്താണ്, ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ പറന്നു, പിന്നെയും താഴെ വീണു, അങ്ങനെയൊക്കെ ആയിരുന്നു, ക്ലംസി ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരുപാട് തവണ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹി കുഡ് ഫ്ലൈ, അല്ലേ? ഹി സ്ലോലി മാനേജ്ഡ് ടു ഗെയിൻ ഹൈറ്റ്, ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി കഴിഞ്ഞു. ആൻഡ് ഫ്ലൂ ഓവർ ദി ഹൗസസ് ടുവേർഡ്സ് ദി സീ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതും കൂടി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി നല്ല തറവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഒരു ഫ്രേസൽ വേർബ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. നിർബന്ധമായി നിങ്ങൾ ഫ്രേസൽ വേർബ്സും കൂടി പഠിക്കണം. അപ്പോൾ ഒരു 3 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സ് 3 മാർക്സ് ഫ്രേസൽ വേർബ്സിന് ഉറപ്പാണ്. സോ A+ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്രേസൽ വേർബ്സ് ഒഴിവാക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ.